നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും K-TET സൈക്കോളജി ക്ലാസ് പാർട്ട് 6ലേക്ക് സ്വാഗതം. പാർട്ട് 5 വരെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത് വ്യക്തി വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു. ഓരോ വ്യക്തിയെയും മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് തനിമയുള്ള ഒരു വ്യക്തിയാക്കുന്ന വ്യത്യാസങ്ങളെ കുറിക്കാൻ ഉപയോഗിക്കുന്ന സംജ്ഞയാണ് വ്യക്തി വ്യത്യാസങ്ങൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വ്യക്തി വ്യത്യാസങ്ങൾ കാണപ്പെടുന്ന മേഖലകളാണ്. ഒരു വ്യക്തിയിൽ വ്യത്യാസങ്ങൾ കാണപ്പെടുന്ന മേഖലകളാണ് കായിക ഭേദങ്ങൾ. ആദ്യത്തേത് കായിക ഭേദങ്ങൾ, വൈകാരിക ഭേദങ്ങൾ, ഭൗതിക ഭേദങ്ങൾ, സാമൂഹിക സാൻമാർഗിക ഭേദങ്ങൾ, അഭിരുചികളും താല്പര്യങ്ങളിലുമുള്ള ഭേദങ്ങൾ, മനോഭാവങ്ങളിലും വിശ്വാസങ്ങളിലുമുള്ള വ്യക്തിഭേദങ്ങൾ. അപ്പോൾ വ്യക്തി വ്യത്യാസങ്ങൾ കാണുന്ന മേഖലകൾ ആണ് പറഞ്ഞത്. കായിക ഭേദങ്ങളിൽ വരുന്നത് എവിടേക്കാണെന്ന് നോക്കാം. പൊക്കം, തൂക്കം, തൊലിയുടെ നിറം, തലമുടി, കണ്ണ് എന്നിവയുടെ നിറം, സംഭാഷണം, നടത്തം, ഇവയെല്ലാം കായിക ഭേദങ്ങളിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൈകാരിക ഭേദങ്ങൾ. വികാര പ്രകടനത്തിൻ്റെ രീതി, വികാരങ്ങൾ ഒളിച്ചു വയ്ക്കുന്നു, വൈകാരിക പക്വത കാട്ടുന്നു, വികാരാധീനരാകുന്നു. വൈകാരിക ഭേദങ്ങളിൽ വ്യക്തി വ്യത്യാസങ്ങൾ പറയുന്നത് ചില വ്യക്തികൾ വികാരങ്ങൾ ഒളിച്ചു വയ്ക്കാൻ കഴിയുന്നവരായിരിക്കും, ചിലവർ വികാരാധീനരായിരിക്കും. വൈകാരിക ഭേദങ്ങളിൽ പെടുന്നത് ഇതൊക്കെയാണ്. നെക്സ്റ്റ് ഭൗതിക ഭേദങ്ങൾ. യുക്തി, വിചാരം, ചിന്ത, ഭാവന, സർഗാത്മക ശേഷി, ഇതൊക്കെയാണ് ഭൗതിക ഭേദങ്ങളിൽ വരുന്നത്. നെക്സ്റ്റ് സാമൂഹിക സാൻമാർഗിക ഭേദങ്ങൾ. നല്ല സാമൂഹികായോജന നടത്തുന്നവർ, അപസമായോജന നടത്തുന്നവർ. വ്യക്തികൾ തന്നെ നല്ല സാമൂഹിക ആയോജന നടത്തുന്നവരും ഉണ്ടാവും, അപസമായോജന നടത്തുന്നവരും ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് വരുന്ന അഭിരുചികളിലും താല്പര്യങ്ങളിലുമുള്ള വ്യക്തിഭേദങ്ങൾ. ഒരേ പാരമ്പര്യവും പരിസ്ഥിതിയും ഉള്ളവർ പോലും ഭിന്നങ്ങളായ അഭിരുചികളും താല്പര്യങ്ങളും പുലർത്തുന്നുണ്ട്. അതാണ് അഭിരുചികളിലും താല്പര്യങ്ങളിലുമുള്ള വ്യക്തിഭേദങ്ങളിൽ വരുന്നത്. നെക്സ്റ്റ് മനോഭാവങ്ങളിലും വിശ്വാസങ്ങളിലുള്ള വ്യക്തിഭേദങ്ങൾ. ഒരേ വ്യക്തി ഒരേ വസ്തുവിനോട് തന്നെ രണ്ടു കാലങ്ങളിൽ വ്യത്യസ്ത മനോഭാവങ്ങൾ കാണിച്ചെന്ന് വരാം. ഇതാണ് മനോഭാവങ്ങളിലും വിശ്വാസങ്ങളിലും വ്യക്തിഭേദങ്ങളിൽ പറയുന്നത്. അപ്പം 6 വ്യക്തി വ്യത്യാസങ്ങൾ കാണുന്ന 6 മേഖലകളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം കായികമായ ഭേദങ്ങൾ, വൈകാരിക ഭേദങ്ങൾ, ഭൗതിക ഭേദങ്ങൾ, സാമൂഹിക സാൻമാർഗിക ഭേദങ്ങൾ, അഭിരുചികളിലും താല്പര്യങ്ങളിലുമുള്ള വ്യക്തിഭേദങ്ങൾ, മനോഭാവങ്ങളിലും വിശ്വാസങ്ങളിലുമുള്ള വ്യക്തിഭേദങ്ങൾ. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അഭിഭാവം. ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ വസ്തുവിനെയോ ആശയത്തെയോ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ഉള്ള പ്രവണതയാണ് അഭിഭാവം. ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ വസ്തുവിനെയോ ആശയത്തെയോ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ഉള്ള പ്രവണതയാണ് അഭിഭാവം. നല്ല അനുഭവങ്ങൾ നൽകുന്ന ഒരു അധ്യാപകൻ്റെ സഹവാസം കുട്ടിയിൽ അധ്യാപകനോടും പഠിപ്പിക്കുന്ന വിഷയത്തോടും ഉണ്ടാകുന്ന പ്രവണതയ്ക്ക് പറയുന്നത് അഭിഭാവം. നല്ല അനുഭവങ്ങൾ നൽകുന്ന ഒരു അധ്യാപകൻ്റെ സഹവാസം കുട്ടിയിൽ അധ്യാപകനോടും പഠിപ്പിക്കുന്ന വിഷയത്തോടും ഉണ്ടാകുന്ന പ്രവണതയ്ക്ക് പറയുന്നത് അഭിഭാവം. അഭിഭാവം അളക്കുന്നതിനുള്ള ശോധകങ്ങൾ, ഇൻട്രസ്റ്റ് അളക്കുന്നതിനുള്ള ശോധകങ്ങളാണ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ തുടങ്ങിയവ. അഭിഭാവം അളക്കുന്നതിനുള്ള ശോധകങ്ങൾ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ. ആദ്യമായി ആറ്റിറ്റ്യൂഡ് സ്കെയിൽ നിർമ്മിച്ച് പ്രയോഗിച്ചത് തേഴ്സ്റ്റൺ ലിക്കർട്ട്. ആദ്യമായി ആറ്റിറ്റ്യൂഡ് സ്കെയിൽ നിർമ്മിച്ച് പ്രയോഗിച്ചത് തേഴ്സ്റ്റൺ ലിക്കർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അധ്യാപക വൃത്തിയിലേക്ക് ശാസ്ത്രീയമായി തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഉദ്യോഗാർത്ഥികളിൽ നടത്തുന്ന അഭിക്ഷമതകൾ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അധ്യയനാഭിക്ഷമത. അധ്യാപക വൃത്തിയിലേക്ക് ശാസ്ത്രീയമായി തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഉദ്യോഗാർത്ഥികളിൽ നടത്തുന്ന അഭിക്ഷമതകൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അമിതാഗ്രഹം നിലനിർത്താനും ശ്രദ്ധ എന്ന പ്രവൃത്തി തുടരാനും സഹായിക്കുന്ന
മനസ്സിൻ്റെ ശാശ്വതമായ വ്യാപാരമാണ് താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്. അമിതാഗ്രഹം നിലനിർത്താനും ശ്രദ്ധ എന്ന പ്രവൃത്തി തുടരാനും സഹായിക്കുന്ന മനസ്സിൻ്റെ ശാശ്വതമായ വ്യാപാരമാണ് താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്. താല്പര്യം അളക്കുന്നതിനുള്ള പരീക്ഷ. SVIB സ്ട്രോങ്സ് വൊക്കേഷണൽ ഇൻട്രസ്റ്റ് ബ്ലാങ്ക്. സ്ട്രോങ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെൻട്രിയാണ് സ്ട്രോങ്സ് വൊക്കേഷണൽ ഇൻട്രസ്റ്റ് ബ്ലാങ്ക്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക പരീക്ഷകളാണ്. പുരുഷന്മാർക്ക് ഇതിൽ 8 വിഭാഗങ്ങളിലായി 400 ഇനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു പരീക്ഷയാണ് സ്ട്രോങ്സ് വൊക്കേഷണൽ ഇൻട്രസ്റ്റ് ബ്ലാങ്ക്. നെക്സ്റ്റ് അഭിരുചി അളക്കുന്നതിനുള്ള പരീക്ഷകൾ. യാന്ത്രികാഭിരുചി ശോധകം, മെക്കാനിക്കൽ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ക്ലറിക്കൽ അഭിരുചി ശോധകം, സീഷോർ മെഷേഴ്സ് ഓഫ് മ്യൂസിക്കൽ ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി, വ്യവച്ഛേദിതാഭിരുചി ശോധകം, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് അളക്കുന്നതിനുള്ള പരീക്ഷയാണ് സ്ട്രോങ്സ് വൊക്കേഷണൽ ഇൻട്രസ്റ്റ് ബ്ലാങ്ക്. നെക്സ്റ്റ് അഭിരുചി ആപ്റ്റിറ്റ്യൂഡ് അളക്കുന്നതിനുള്ള പരീക്ഷകളാണ് യാന്ത്രികാഭിരുചി ശോധകം, ക്ലറിക്കൽ അഭിരുചി ശോധകം, സീഷോർ മെഷേഴ്സ് ഓഫ് മ്യൂസിക്കൽ ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി, വ്യവച്ഛേദിതാഭിരുചി ശോധകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമേരിക്കയിലെ എംപ്ലോയ്മെൻറ്റ് ബ്യൂറോ വികസിപ്പിച്ചെടുത്ത അഭിക്ഷമതാ പരീക്ഷ GATB ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി. അമേരിക്കയിലെ എംപ്ലോയ്മെൻറ്റ് ബ്യൂറോ വികസിപ്പിച്ചെടുത്ത അഭിക്ഷമതാ പരീക്ഷ GATB ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓരോ ജീവിത പ്രതിഭാസവും പാരമ്പര്യത്തിൻ്റെയും പരിസ്ഥിതിയുടെയും പരിണിത ഫലമാണ്. ഈ ഫലം നേടാൻ ഒന്ന് മറ്റൊന്നിനെ പോലെ തന്നെ വേണ്ടിയിരിക്കുന്നു. ഒന്നിനെയും ഒഴിവാക്കാനോ വേർതിരിച്ചെടുക്കാനോ പറ്റില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് മാക് ഐവർ പേജ്. ഓരോ ജീവിത പ്രതിഭാസവും പാരമ്പര്യത്തിൻ്റെയും പരിസ്ഥിതിയുടെയും പരിണിത ഫലമാണ്. ഈ ഫലം നേടാൻ ഒന്ന് മറ്റൊന്നിനെ പോലെ തന്നെ വേണ്ടിയിരിക്കുന്നു. ഒന്നിനെയും ഒഴിവാക്കാനോ വേർതിരിച്ചെടുക്കാനോ പറ്റില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് മാക് ഐവർ പേജ് എന്നിവരാണ്. ഓരോ വ്യക്തിത്വ സവിശേഷതകളുടെയും വികസനത്തിന് പാരമ്പര്യവും പരിസ്ഥിതിയും ആവശ്യമാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആൾട്ടൺ ബർഗ്. ഓരോ വ്യക്തിത്വ സവിശേഷതകളുടെയും വികസനത്തിന് പാരമ്പര്യവും പരിസ്ഥിതിയും ആവശ്യമാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആൾട്ടൺ ബർഗ്. പാരമ്പര്യവും പരിസ്ഥിതിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ശക്തികളാണ്. അവ വിജയത്തിന് ഒരേപോലെ വേണ്ടതാണ് എന്നതിനേക്കാൾ തീർച്ചയുള്ള മറ്റൊരു വസ്തുതയില്ല തന്നെ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗാരറ്റ്. പാരമ്പര്യവും പരിസ്ഥിതിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ശക്തികളാണ്. അവ വിജയത്തിന് ഒരുപോലെ വേണ്ടതാണ് എന്നതിനേക്കാൾ തീർച്ചയുള്ള മറ്റൊരു വസ്തുതയില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ഗാരറ്റ്. ഒരു വ്യക്തിയുടെ പാരമ്പര്യം മാതാപിതാക്കളിൽ നിന്നും പിതാമഹരിൽ നിന്നും വംശത്തിൽ നിന്നും ആർജിച്ച എല്ലാ ഘടകങ്ങളെയും ശാരീരിക സവിശേഷതകളെയും ധർമ്മങ്ങളെയും കഴിവുകളെയും ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞത് ഡഗ്ലസും ഹോളണ്ടും. ഒരു വ്യക്തിയുടെ പാരമ്പര്യം മാതാപിതാക്കളിൽ നിന്നും പിതാമഹരിൽ നിന്നും വംശത്തിൽ നിന്നും ആർജിച്ച എല്ലാ ഘടകങ്ങളെയും ശാരീരിക സവിശേഷതകളെയും ധർമ്മങ്ങളെയും കഴിവുകളെയും ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞത് ഡഗ്ലസും ഹോളണ്ടും. നെക്സ്റ്റ് മെൻഡൽ ആവിഷ്കരിച്ച 3 പാരമ്പര്യ നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മെൻഡലിൻ്റെ പാരമ്പര്യ നിയമങ്ങൾ സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമം, ശിശുക്കൾ മാതാപിതാക്കളോട് സാദൃശ്യം പുലർത്തുന്ന പ്രവണത കാണിക്കും. ഈ നിയമത്തിൽ പറയുന്നത് ശിശുക്കൾ മാതാപിതാക്കളോട് സാദൃശ്യം പുലർത്തുന്ന പ്രവണത കാണിക്കുമെന്നാണ്. സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമം. നെക്സ്റ്റ് വിചലന നിയമം. ഈ നിയമം പറയുന്നത് ശിശുക്കൾ മാതാപിതാക്കളുടെ തനിപ്പകർപ്പുകളാവുകയില്ല എന്നാണ്. ലോ ഓഫ് വേരിയേഷൻസ് പറയുന്നത് ഈ നിയമം
പറയുന്നത് ശിശുക്കൾ മാതാപിതാക്കളുടെ തനിപ്പകർപ്പുകളാവുകയില്ല. നെക്സ്റ്റ്, പ്രത്യാവർത്തന നിയമം, ലോ ഓഫ് റിഗ്രഷൻ. ബുദ്ധിശാലികളായവരുടെ കുട്ടികൾക്ക് താരതമ്യേന കുറഞ്ഞ ബുദ്ധിയും മന്ദബുദ്ധികളുടെ മക്കൾക്ക് താരതമ്യേന കൂടിയ ബുദ്ധിശക്തിയും കാണുന്നു. പ്രത്യാവർത്തന നിയമം പറയുന്നത് ബുദ്ധിശാലികളായവരുടെ കുട്ടികൾക്ക് താരതമ്യേന കുറഞ്ഞ ബുദ്ധിയും മന്ദബുദ്ധികളുടെ മക്കൾക്ക് താരതമ്യേന കൂടിയ ബുദ്ധിശക്തിയും കാണുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യഘടകങ്ങളും പരിസ്ഥിതിയിൽ പെടുന്നു എന്നഭിപ്രായപ്പെട്ടത് വുഡ്വർത്ത്. ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയിൽ മേൽ പ്രവർത്തിക്കുന്ന എല്ലാ ബാഹ്യഘടകങ്ങളെയുമാണ് പരിസ്ഥിതി എന്ന് പറയുന്നത് എന്നാണ് വുഡ്വർത്ത് അഭിപ്രായപ്പെട്ടത്. സാധാരണ ശിശുക്കളിൽ നിന്ന് വ്യത്യസ്തമാം വിധം വേറിട്ട് നിൽക്കുന്ന ശിശുവാണ് അസാമാന്യ ശിശു. ഇനി നമ്മൾ അസാമാന്യ ശിശുക്കളെ കുറിച്ചാണ് നോക്കുന്നത്. സാധാരണ ശിശുക്കളിൽ നിന്നും പ്രസ്താവ്യമാം വിധം വേറിട്ട് നിൽക്കുന്ന ശിശുവാണ് അസാമാന്യ ശിശു, എക്സെപ്ഷണൽ ചൈൽഡ് എന്ന് പറയും. അസാമാന്യ ശിശുക്കളെ നമ്മൾ 7 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, പ്രതിഭാശാലികൾ, സർഗപരതയുള്ള ശിശു, പിന്നോക്കം നിൽക്കുന്ന ശിശുക്കൾ അല്ലെങ്കിൽ മന്ദപഠിതാക്കൾ, ശേഷിക്കൊത്ത നേട്ടം കൈവരിക്കാത്തവർ, മാനസിക മാന്ദ്യമുള്ളവർ, സാംസ്കാരിക പ്രാതികൂല്യമുള്ളവർ, കുറ്റവാസനയുള്ളവർ. ഇങ്ങനെ എക്സെപ്ഷണൽ ചിൽഡ്രനെ നമ്മൾ 7 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രതിഭാശാലികൾ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ, സർഗപരതയുള്ള ശിശു, ക്രിയേറ്റീവ് ചൈൽഡ്, പിന്നോക്കം നിൽക്കുന്ന ശിശുക്കൾ അല്ലെങ്കിൽ മന്ദപഠിതാക്കൾ, സ്ലോ ലേണേഴ്സ്, ശേഷിക്കൊത്ത നേട്ടം കൈവരിക്കാത്തവർ, അണ്ടർ അച്ചീവർ, മാനസിക മാന്ദ്യമുള്ളവർ, മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, മാനസിക പ്രാതികൂല്യമുള്ളവർ, കൾച്ചറലി ഡിസ്അഡ്വാൻറ്റേജഡ് ചിൽഡ്രൻ, കുറ്റവാസനയുള്ളവർ, ഡെലിക്വൻറ്റ് ചിൽഡ്രൻ. പ്രതിഭാശാലികളുടെ IQ എത്രയാണ്? 135 കൂടുതൽ IQ ഉള്ളവരെയാണ് നമ്മൾ പ്രതിഭാശാലികൾ എന്ന് പറയുക. പ്രതിഭാശാലികളായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിന്തകൾ നിർദ്ദേശിക്കുന്ന പരിപാടികളാണ് ഇനി പറയുന്നത്. പ്രതിഭാശാലികളായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള പരിപാടികളാണ് എന്തൊക്കെയാണ്? വിശേഷാൽ വിദ്യാലയങ്ങൾ, വ്യത്യസ്ത വിദ്യാലയങ്ങൾ, കഴിവിനൊത്ത വർഗീകരണം അല്ലെങ്കിൽ വേറിട്ട ക്ലാസുകൾ, ചാടിക്കടക്കൽ അല്ലെങ്കിൽ ഇരട്ടക്കയറ്റം, ത്വരിത പഠനം അല്ലെങ്കിൽ ശീഘ്ര മുന്നേറ്റം, പോഷക പരിപാടികൾ. പ്രതിഭാശാലികളായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ചിന്തകർ നിർദ്ദേശിച്ചിട്ടുള്ള പരിപാടികളാണ് വിശേഷാൽ വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത വിദ്യാലയങ്ങൾ, സ്പെഷ്യൽ സ്കൂൾസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് സ്കൂൾസ്, കഴിവിനൊത്ത വർഗീകരണം അല്ലെങ്കിൽ വേറിട്ടുള്ള ക്ലാസുകൾ, എബിലിറ്റി ഗ്രൂപ്പിംഗ് ഓർ സെപ്പറേറ്റ് ക്ലാസ്സസ്, ചാടിക്കടക്കൽ അല്ലെങ്കിൽ ഇരട്ടക്കയറ്റം, സ്കിപ്പിംഗ് ഓർ ഡബിൾ പ്രമോഷൻ, ത്വരിത പഠനം അല്ലെങ്കിൽ ശീഘ്ര മുന്നേറ്റം, ആക്സിലറേഷൻ ആൻഡ് റാപ്പിഡ് അച്ചീവ്മെൻറ്റ്. അടുത്തത് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ്. നെക്സ്റ്റ് പറയുന്നത് സൃഷ്ടിക്കാനും കണ്ടുപിടിക്കാനും ഉള്ള ഒരു പുതിയ ആശയമോ വസ്തുവോ നിർമ്മിക്കാനുള്ള ശേഷി പുലർത്തുന്ന ശിശുവാണ് സർഗപരതയുള്ള ശിശു, ക്രിയേറ്റീവ് ചൈൽഡ് എന്ന് പറയുന്നത്. സൃഷ്ടിക്കാനും കണ്ടുപിടിക്കാനും ഒരു പുതിയ ആശയമോ വസ്തുവോ നിർമ്മിക്കാനുമുള്ള ശേഷി പുലർത്തുന്ന കുട്ടിയെയാണ് നമ്മൾ എന്ത് പറയുക? സർഗപരതയുള്ള ശിശു അല്ലെങ്കിൽ ക്രിയേറ്റീവ് ചൈൽഡ് എന്ന് പറയാം. നൂതനാശയങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവനും പുതിയ നിരീക്ഷണങ്ങളിലും പ്രവചനങ്ങളിലും അനുമാനങ്ങളിലും ചേരുന്നവനുമാണ് സർഗാത്മക ചിന്തകൻ എന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നർ. നൂതനാശയങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവനും പുതിയ നിരീക്ഷണങ്ങളിലും പ്രവചനങ്ങളിലും അനുമാനങ്ങളിലും ചേർന്നവനുമാണ് സർഗാത്മക ചിന്തകൻ എന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നർ. നെക്സ്റ്റ് ചോദിക്കുന്ന മന്ദപഠിതാക്കളുടെ IQ ആണ്. ദുർബല ബുദ്ധി ഉള്ളവരുടെ IQ 70-നും 85-നും ഇടയിലായിരിക്കും. മന്ദപഠിതാക്കളുടെ IQ 70-നും 85-നും ഇടയിലായിരിക്കും.
നെക്സ്റ്റ് അണ്ടർ അച്ചീവർ ആരാന്നാണ് പറയുന്നത്? പ്രകടന നിലവാരം സ്വന്തം ബുദ്ധിശക്തിയുടെ നിലവാരത്തിൽ നിന്ന് വളരെ താഴെ മാത്രം നിൽക്കുന്നവരും തങ്ങളുടെ പ്രായത്തിനോ വികസന ഘട്ടത്തിനോ ഒത്ത നിലവാരത്തിൽ എത്താത്തവരുമായ കുട്ടികളാണ് അണ്ടർ അച്ചീവർ. പ്രായത്തിലുള്ള പക്വത കാണിക്കാത്ത കുട്ടികളെയാണ് നമ്മൾ അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറയാം. പ്രകടന നിലവാരം സ്വന്തം ബുദ്ധിശക്തിയുടെ നിലവാരത്തിൽ നിന്ന് വളരെ താഴെ മാത്രം നിൽക്കുന്നവരും തങ്ങളുടെ പ്രായത്തിനോ വികസന ഘട്ടത്തിനോ ഒത്ത നിലവാരത്തിൽ എത്താത്തവരുമായ കുട്ടികളാണ് അണ്ടർ അച്ചീവേഴ്സ്. ഓക്കെ, താങ്ക് യു. പാർട്ട് 6 ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.